കണ്ണന്റെ അടുക്കൽ പോകുന്ന വേളകളിൽ മനുഷ്യരാൽ നിർമ്മിതമായ വഴിപാടുകളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുക. കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുക. ഇടയ്ക്കെങ്കിലും ഒരു പൂവെങ്കിലും സമർപ്പിക്കുക. ഭഗവാന്റെ കാരുണ്യം വർഷമായി നമ്മിൽ ചൊരിയുന്നത് അനുഭവിച്ചറിയാം. ചാണക്യവചനം ഭാഗം 18. ഗുണമുള്ളവനും ധർമ്മമുള്ളവനും സുഖമായി ജീവിക്കുന്നു. എന്നാൽ ഇവ രണ്ടുമില്ലാത്തവന്റെ ജീവിതം നിരർത്ഥകമാണ് എന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുവാൻ പോവുകയാണ്. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനെ വർണ്ണിക്കുവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുവാനായി സാധിക്കുകയില്ല. അത് കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും വർണ്ണനകളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. കൂടെ പറയണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും വർണ്ണനകളും കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണൻ മദനമോഹനൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അദ്ദേഹം കാമദേവന്റെ മനസ്സിനെ കീഴടക്കുന്നത് കൊണ്ടും വ്രജകന്യകമാരുടെ ഭക്തിയുക്ത സേവനം സ്വീകരിക്കുന്നത് കൊണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നത് കൊണ്ടും മദനമോഹനൻ എന്ന പേരുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. കണ്ണന്റെ കഴുത്തിൽ തൂങ്ങുന്ന മുത്തുകൾ ഹംസത്തെ പോലെ വെണ്മയാർന്നതാണ്. അദ്ദേഹത്തിന്റെ ശിരസിനെ അലങ്കരിക്കുന്ന മയിൽപീലി മഴവില്ലിന്റെ നിറമുള്ളതുമാണ്. ഭഗവാന്റെ പീതവസനം ആകാശത്തെ മിന്നൽ പോലെയുമാണ്. കൃഷ്ണൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണൻ, എല്ലാ വർണ്ണത്തെയും ആഗിരണം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഗോപികമാർ അദ്ദേഹത്തിന്റെ കാലിലെ ചിലങ്കകൾ പോലെയാണത്രേ. മേഘം വയലിലെ ധാന്യങ്ങളിൽ മഴ ചൊരിയുമ്പോൾ കൃഷ്ണൻ തന്റെ കൃപയാകുന്ന ലീലവർഷത്തെ താഴേക്ക് വിളിച്ചിറക്കി ഗോപസ്ത്രീകളുടെ ഹൃദയങ്ങളെ സമ്പുഷ്ടമാക്കുകയാണെന്ന് തോന്നും. വാസ്തവത്തിൽ മഴക്കാലത്ത് ഹംസങ്ങൾ ആകാശത്ത് പറക്കുന്നു. ആകാശത്ത് നമുക്ക് എല്ലാവർക്കും മഴവില്ലുകൾ കാണുവാൻ സാധിക്കുന്നു. കൃഷ്ണൻ വൃന്ദാവനത്തിൽ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ഗോപബാലനായി സ്വച്ഛന്തം സഞ്ചരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഓടക്കുഴൽ ഊതുമ്പോൾ ഈ പ്രപഞ്ചമൊട്ടാകെയുള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷത്താൽ ഹാർഷോന്മാദത്താൽ മതിമറക്കുന്നു. അവർ വിറകൊള്ളുകയും അവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പ്രവഹിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ നാനാവിഭൂതികളിൽ വെച്ച് അദ്ദേഹത്തിന്റെ മധുര പ്രേമം സർവോന്നതമത്രേ. അദ്ദേഹം എല്ലാ സമ്പത്തുകളുടെയും എല്ലാ ശക്തികളുടെയും എല്ലാ കീർത്തികളുടെയും സൗന്ദര്യത്തിൻ്റെയും അറിവുകളുടെയും പരിത്യാഗങ്ങളുടെയും നായകനാകുന്നു. കണ്ണന്റെ രൂപം, ആ മധുരാകർഷണം കൃഷ്ണനിൽ മാത്രം ശാശ്വതമായി കുടികൊള്ളുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു വിഭൂതികളാകട്ടെ നാരായണ രൂപത്തിലുള്ളതുമാണ്. മുരളീനാദം ഉയരുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളവയെല്ലാം നിശ്ചലമാകുന്നു. ഓർത്തുകൊള്ളുക, കൃഷ്ണന്റേതുമായി താരതമ്യപ്പെടുത്താവുന്ന സൗന്ദര്യം വേറൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെത് തുല്യമോ അതിലധികമോ ആ സൗന്ദര്യമുള്ളവർ ആരും തന്നെയില്ല ഈ പ്രപഞ്ചത്തിൽ. നാരായണമൂർത്തി ഉൾപ്പെടെ എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം അദ്ദേഹമാകയാൽ നാരായണന്റെ നിത്യസഖിയായ ലക്ഷ്മി ദേവി പോലും നാരായണനുമായുള്ള സഹവാസം ഉപേക്ഷിക്കുകയും കൃഷ്ണനോടൊത്ത് ചേരുവാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ലാവണ്യത്തിന്റെ സർവവും അത്രമാത്രം മഹത്തരമാകുന്നു. അത്
സമസ്ത സൗന്ദര്യത്തിൻ്റെയും അനശ്വര ഖനിയത്രേ. ആ സൗന്ദര്യത്തിൽ നിന്നാണ് എല്ലാ സുന്ദര വസ്തുക്കളും ഉത്ഭവിക്കുന്നത്. ഒരാൾക്കും തൻ്റെ തൊഴിൽപരമായ കർത്തവ്യം വേണ്ട വിധം നിർവഹിക്കുന്നത് കൊണ്ടോ, തപസ് കൊണ്ടോ, സിദ്ധയാഗം കൊണ്ടോ, ജ്ഞാനയോഗം കൊണ്ടോ, പ്രാർത്ഥനകൾ കൊണ്ടോ കൃഷ്ണന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. നീതിയുക്തമായ സത്യവത്തായ കർമ്മം ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാന്റെ സൗന്ദര്യവും കണ്ണന്റെ സ്നേഹവും ഓരോരുത്തർക്കും ആസ്വദിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഓർത്തുകൊള്ളുക, ഒറ്റപ്പെട്ടു പോകുന്ന വേളകളിൽ കൃഷ്ണനാമം ജപിക്കുക. കൂട്ടിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായി സാധിക്കുന്നു. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് ഉരുവിട്ടുകൊണ്ട് ചെയ്യുക. നല്ലതും മോശവുമായ എല്ലാ കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടാം. കണ്ണന്റെ അടുക്കൽ പോകുന്ന വേളകളിൽ മനുഷ്യരാൽ നിർമ്മിതമായ വഴിപാടുകളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുക. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുക. ഇടയ്ക്കെങ്കിലും ഒരു പൂവെങ്കിലും സമർപ്പിക്കുക. ഭഗവാന്റെ കാരുണ്യം വർഷമായി നമ്മിൽ ചൊരിയുന്നത് അനുഭവിച്ചറിയാം. ഇടയ്ക്കൊക്കെ ഭഗവാനോട് പ്രാർത്ഥന എന്നത് മാറ്റിവെച്ച് മനസ്സറിഞ്ഞ് സംസാരിക്കുക. ഉള്ളിൽ നീറുന്ന കനലുകൾ തണുത്തുറഞ്ഞ് മഞ്ഞ് പോലെ അലിഞ്ഞില്ലാതാവുന്നത് അനുഭവിച്ചറിയാം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കണ്ണനെ ഒരു തോഴനായി കണ്ട് എല്ലാം പങ്കുവെക്കുക. സന്തോഷവും സങ്കടവുമെല്ലാം ഞൊടിയിടയിൽ മായുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. കണ്ണനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, സന്തോഷവും സങ്കടവും നിരാശയും ആഗ്രഹങ്ങളും ഭയവും ഉത്കണ്ഠയും എല്ലാം ഭഗവാനോട് പറയുക. ഒരു ചങ്ങാതിയെ പോലെ കാണുക. എല്ലാത്തിനും ഉപരിയായി സദാസമയവും കണ്ണനെ ഓർക്കുവാൻ ശ്രമിക്കുക. ഭഗവാനെ നാം സ്മരിക്കുന്ന ഓരോ നിമിഷവും കണ്ണൻ നമ്മയും സ്മരിക്കുന്നു. കണ്ണൻ എല്ലായ്പ്പോഴും നമ്മിൽ തന്നെ വസിക്കുന്നു. ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം മോക്ഷം നേടാം. അതിനാൽ സദാ കൃഷ്ണനാമം ജപിച്ച് കൃഷ്ണസ്മരണയിൽ കഴിഞ്ഞ് ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷപ്രാപ്തി നേടി ഭഗവാനിൽ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനിൽ സായുജ്യമടയാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ വർണ്ണന അത്രമേൽ സ്നേഹത്തോടെ കേട്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഈ വേളയിൽ ഭഗവാൻ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ ഈ വർണ്ണനയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മടിക്കരുത്. അവ ഓരോന്നും വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സരളാദേവി എന്ന നാമധേയത്തിലുള്ള അമ്മയാണ്. അമ്മയുടെ സ്വദേശം മലപ്പുറം. തൻ്റെ 57ാം പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് അമ്മ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത്. ആ നല്ല മനസ്സിന് നന്ദി. ഭഗവാൻ എന്നും അമ്മയുടെയും അമ്മയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അംഗമാകുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഉടൻ തന്നെ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഭഗവാന്റെ നാമത്തിൽ ഓരോ ഭക്തജനങ്ങൾക്കും നമ്മുടെ കൂട്ടായ്മയിലേക്ക് അംഗമാകാൻ സാധിക്കുന്നതാണ്. എന്നത്തെയും പോലെ തന്നെ വീഡിയോയുടെ അവസാനം നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിലുള്ള ഓരോ പുതിയ കാര്യങ്ങളും പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കണ്ണൻ്റെ അതിമനോഹരമായ 3 വിഗ്രഹങ്ങളെ പറ്റിയാണ്. പോളി മാർബിളിൽ തീർത്ത 3 വിഗ്രഹങ്ങൾ. വെള്ളക്കണ്ണൻ, നീല കാർവർണ്ണൻ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കോഫി കണ്ണൻ. 3ഉം ഒരടിയാണ് കേട്ടോ. പോളി മാർബിളിലാണ് നിർമ്മിതമായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 3 കണ്ണന്മാരുടെയും യഥാർത്ഥമായ രൂപം. ഭക്തജനങ്ങൾക്ക് ആർക്കെങ്കിലും വേണേച്ചാൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയും എൻക്വയറി സൗകര്യം ലഭ്യമാണ് കേട്ടോ. അതിനുശേഷവും മെസ്സേജ് അയക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും
ഭഗവാന്റെ വിഗ്രഹങ്ങളും ക്ഷേത്ര ഹൈന്ദവപരമായ എല്ലാം തന്നെയും ഓർഡർ ചെയ്യുവാനായി സാധിക്കും. അതുമാത്രമല്ല, ഉടനടി ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഭഗവാന്റെ നാമത്തിൽ സന്തോഷപൂർവ്വം അവ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും ഈ വേളയിൽ 2 കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.